ഗൈസ്, നമ്മുടെ തോട്ടത്തിലുണ്ടായ തക്കാളി പൊട്ടിക്കൽ കഴിഞ്ഞാ ഒക്കെ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഇപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ കൾട്ടിവേഷൻ പരിപാടിയാണ്, വിളവെടുപ്പാണെന്ന് പരിപാടി. സംഭവം ഇഷ്ടംമാതിരി തക്കാളി ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ തക്കാളി. അത് നല്ല ചുവന്ന ചൊങ്കൻ തക്കാളികളാണ്. എല്ലാം പൊട്ടിച്ചോ. അടുത്തത് കണ്ടോ, നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ വെച്ചതിലടക്കം കായ്ച്ചു. പിന്നെ നമുക്കൊരു ഇത് മനസ്സിലായത് എന്താ വെച്ചാൽ, ഈ ചെടിച്ചട്ടിയിൽ ഉണ്ടാകുന്ന തക്കാളി മറ്റേ ഗ്രോ ബാഗിൽ ഉണ്ടാകുന്നതിൻ്റെ അത്ര ഗ്രോത്ത് ഇല്ല. പക്ഷെ എന്നാലും സംഭവം കുഴപ്പമില്ല, പഴുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യത്തിന് തക്കാളി കിട്ടി. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ചീര പൊട്ടിക്കാം. അപ്പോൾ ചീര ഒക്കെ ഇതുപോലെ ഗ്രോ ബാഗിലാണ് കണ്ടോ, ഇഷ്ടം മാതിരിയാണ്. ഇതിപ്പോൾ നമ്മൾ വിത്തിന് നിർത്തിയതാണ്. ഈ സാധനം ഇനിയിപ്പോൾ നമ്മൾ വിത്താക്കിയിട്ട് പുത് കുഴിച്ചിടും. അപ്പോൾ അതിൽ പുറത്തുണ്ട് ഇതൊന്നെടുത്ത ഈ വിത്ത് തന്നെയാണ് നമ്മൾ ഈ കുഴിച്ചിട്ടിരുന്നത് കേട്ടോ. ഇഷ്ടം മാതിരി മുളച്ച്. അപ്പോൾ ചീര ഒരു അത്യാവശ്യത്തിന് ഒരു കൂട്ടാൻ വയ്ക്കാനുള്ള ചീര ഇപ്പം ഇന്ന് നമുക്ക് ഇവിടുന്ന് പറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഈ ചീര പറിക്കുമ്പോൾ എന്താ വെച്ചാൽ, ഇത് വലിയ മരം ആവണ വരെ വെയിറ്റ് ചെയ്യരുത്. ഇത് ഇങ്ങനെ തണ്ടിന്ന് കുറച്ചങ്ങോട്ട് വലുതാവുമ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും മുളകൾ പൊട്ടി ഇങ്ങനെ ഇഷ്ടംപോലെ കണ്ട ഒരു ഇല. ഇതെന്താ സംഭവം, എന്താ പ്രത്യേകത വെച്ചാൽ, ഒരു ഇല പോലും കേടില്ല എന്നുള്ളത്. ഒരു പുഴുക്കടി ഒരു വക സംഭവമില്ല. നല്ല കളറ്, ഡാർക്ക് കളറാണ്, അടിപൊളി സാധനം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ കണ്ടില്ല, കുറേ ജന്തുക്കൾ തിന്നൊക്കെ ഉണ്ടാവും. അതൊന്നുമില്ല, ക്ലീൻ. അതായത് ഒരു തുള്ളി വളം ഇടാതെ കേട്ടോ, എല്ലാം ശുദ്ധമായ ജൈവ വളം മാത്രം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കൂട്ടാനിലുള്ള സാധനങ്ങൾ നമ്മൾ മുകളിൽ നിന്ന് തന്നെ പൊട്ടിച്ചു. നമ്മുടെ ചെറിയ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് ചെറിയൊരു ശകലം നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇതുപോലെ നമുക്ക് വിളവെടുപ്പ് നടത്താം.